ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണ്? ഒരു പുരുഷൻ്റെ എന്ത് ഘടകമായിരിക്കും സ്ത്രീയെ അവനിലേക്ക് ആകർഷിക്കുന്നത്? ആകാരഭംഗിയോ, പെരുമാറ്റത്തിൻ്റെ പ്രത്യേകതകളോ, സരസമായ സംഭാഷണങ്ങളോ, സൗന്ദര്യമോ? അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ടും ഒരു സ്ത്രീ പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടാം. ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ, അത്രമാത്രം. എന്നാൽ ഒരു കാര്യം ഏതാണ്ട് തീർച്ചയാണ്: കണ്ടാൽ തരക്കേടില്ലാത്ത ഒരു പുരുഷന് സരസമായി സംസാരിക്കാൻ കൂടി കഴിവുണ്ടെങ്കിൽ അവൻ്റെ വാചകമടിയിൽ ഒരുമാതിരിപ്പെട്ട സ്ത്രീകൾ വീണുപോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ജോർജ് സ്മിത്തിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. 1872 ലണ്ടനിലെ ബീത്തൽ ഗ്രീനിലായിരുന്നു ജോർജ് സ്മിത്ത് ജനിച്ചത്. ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ടതിന് 9 വയസ്സുള്ളപ്പോൾ 8 കൊല്ലത്തേക്ക് അവനെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. അവിടുത്തെ ജീവിതം അവനെ കൂടുതൽ കുറ്റവാളിയാക്കാനേ ഉപകരിച്ചുള്ളൂ. 8 കൊല്ലങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൻ്റെ പ്രധാന തൊഴിൽ മോഷണവും പിടിച്ചുപറിയുമൊക്കെയായി. വിദ്യാഭ്യാസമില്ലായിരുന്നുവെങ്കിലും അസാമാന്യമായ സാമർഥ്യവും ബുദ്ധിയും അവനുണ്ടായിരുന്നു. അതിനോടൊപ്പം മോശമല്ലാത്ത സൗന്ദര്യവും മധുരമായി സംസാരിക്കാനുള്ള കഴിവും. കൊള്ളയും കൊലപാതകവും ഒന്നും സമർത്ഥമായി ചെയ്യാനുള്ള കഴിവ് തനിക്കില്ലെന്നു തിരിച്ചറിഞ്ഞ ജോർജ് സുഖമായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തി. സ്ത്രീകളെ, അതും ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ, മധുരമായി സംസാരിച്ച് വലയിലാക്കും. എന്നിട്ട് അവരുടെ സ്വത്തുക്കളും പണവുമെല്ലാം അടിച്ചെടുക്കും. ഇതെല്ലാം തൻ്റെ കയ്യിലെത്തുന്നതുവരെ അവൻ അവരുടെ ഭർത്താവായോ കാമുകനായോ ഒക്കെ അഭിനയിക്കും. അതായിരുന്നു ജോർജ് സ്മിത്ത്. സ്ത്രീകളെ വലയിലാക്കി അവരുടെ സ്വത്തുക്കൾ അടിച്ചെടുത്ത് ജീവിക്കുന്ന പരിപാടി ജോർജ് തുടങ്ങിയത് 1897 ലീസെസ്റ്ററിലുള്ള ഒരു ചെരുപ്പ് കുത്തിയുടെ 18കാരിയായ മകൾ കരോളിൻ ബിയാട്രീസ് തോൺഹിനെ ജോർജ് കണ്ടുമുട്ടി. എന്നാൽ തൻ്റെ യഥാർത്ഥ പേര് മറച്ചുവെച്ച് ജോർജ് ഒലിവർ ലവ് എന്ന പേരായിരുന്നു അവൻ അവളോട് പറഞ്ഞത്. അവനപ്പോൾ 26 വയസ്സായിരുന്നു. കരോളിനും ജോർജും തമ്മിൽ പ്രണയത്തിലായി. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചെങ്കിലും കരോളിൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ല. വീട്ടുകാരുടെ സമ്മതത്തെ കണക്കിലെടുക്കാതെ ജോർജും കരോളിനും കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് അവർ നേരെ പോയത് ലണ്ടനിലേക്കായിരുന്നു. ബ്രിട്ടനിലും ഹോവിലും ഹേസ്റ്റിംഗിലുമുള്ള പല സമ്പന്ന കുടുംബങ്ങളിലും ജോർജ് തൻ്റെ ഭാര്യ കരോളിന് ജോലി വാങ്ങിക്കൊടുത്തു. കരോളിൻ പല വീടുകളിലും നന്നായി ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ള ആ വീട്ടുകാരുടെ സാക്ഷ്യപത്രം ജോർജ് തന്നെ വ്യാജമായി എഴുതിയുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ കരോളിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഏത് കയ്യക്ഷരവും അതേപടി അനുകരിച്ചെഴുതാനുള്ള അസാമാന്യമായ കഴിവ് ജോർജിനുണ്ടായിരുന്നു. ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് കരോളിൻ കുറച്ച് ആഭരണങ്ങൾ മോഷ്ടിച്ചു. അത് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൾ പോലീസിൻ്റെ പിടിയിലായി. ആ കേസിൽ 1 വർഷത്തേക്ക് അവളെ ശിക്ഷിച്ചു. ഭാര്യ ജയിലിലായതോടെ ജോർജ് അവളെ ഉപേക്ഷിച്ച് തൻ്റെ വഴിക്ക് പോയി. ഒരിക്കൽ പോലും അയാൾ ഭാര്യയെ കാണാൻ ജയിലിൽ ചെന്നില്ല. ഇത് കരോളിന് വലിയ വിഷമമുണ്ടാക്കി. അവൾ ജയിലിൽ നിന്നിറങ്ങി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം യാദൃച്ഛികമായി ജോർജിനെ ലണ്ടൻ പട്ടണത്തിൽ വെച്ച് കണ്ടുമുട്ടി. ജോർജ് പറഞ്ഞിട്ടാണ് താൻ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചതെന്നും മോഷണ സാധനങ്ങൾ പണയം വെക്കുന്നതിനിടയിൽ താൻ പോലീസിൻ്റെ പിടിയിൽപ്പെട്ടപ്പോൾ ജോർജ് സ്ഥലം വിട്ടതാണെന്നും അവൾ പോലീസിനെ അറിയിച്ചു. പോലീസുകാർ ജോർജിനെ പിടികൂടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. മജിസ്ട്രേറ്റ് അയാൾക്ക് വിധിച്ചത് 2 വർഷത്തെ ജയിൽ ശിക്ഷയാണ്. 1901 ഇത്. അയാളുടെ ഉള്ളിൽ തന്നെ ഒറ്റിക്കൊടുത്ത ഭാര്യയോടുള്ള പക ആളിക്കത്തി. 2 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. ജോർജ് ജയിലിൽ നിന്നിറങ്ങിയ അയാൾ നേരെ പോയത് കരോളിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവളെ കൊല്ലുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ കരോളിൻ്റെ വീട്ടുകാർ ജോർജിനെ തല്ലിച്ചതച്ചു. കരോളിനാകട്ടെ കാനഡയിലേക്ക് പോകുകയും ചെയ്തു. നിയമപരമായി അവൾ വിവാഹബന്ധം വേർപെടുത്തിയിരുന്നുമില്ല. പക്ഷേ ജോർജ് നിരാശനായില്ല. അയാൾ പിന്നെയും പല സ്ത്രീകളെയും വലയിൽ വീഴ്ത്തി. ലോഡ്ജ് ഉടമയായ ഒരു മധ്യവയസ്കയെ വിവാഹം ചെയ്ത ജോർജ് ആ ലോഡ്ജിൽ വാടക കൊടുക്കാതെ താമസിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതൊക്കെയും വാങ്ങിയെടുക്കുകയും ചെയ്തു. കുറേ നാൾ ലോഡ്ജ് ഉടമയായ ആ സ്ത്രീയോടൊപ്പം കഴിഞ്ഞ ജോർജ് ഒരു ദിവസം അവിടം വിട്ടുപോയി. അയാൾ പിന്നെയും സ്ത്രീകളെ വലയിലാക്കി വിവാഹം കഴിക്കുകയും അവരുടെ പണവും സ്വർണവുമെല്ലാം തട്ടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കബളിപ്പിക്കപ്പെടലിന് ഇരകളായവരിൽ ആരും തന്നെ നാണക്കേട് കാരണം തങ്ങൾക്ക് പറ്റിയ അമളിയെക്കുറിച്ച് ആരോടെങ്കിലും പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തില്ല. 1908 ജോർജ് ഫ്ലോറൻസ് വിൽസൺ എന്നൊരു യുവതിയെ വലയിൽ വീഴ്ത്തി വിവാഹം കഴിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന 30 പൗണ്ട് അയാൾ അടിച്ചുമാറ്റി. ഒരു ദിവസം വൈറ്റ് സിറ്റിയിൽ അവരൊരു എക്സിബിഷന് പോയി. ഒരു സാധനം വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഭാര്യയെ ഒരിടത്ത് നിർത്തിയിട്ട് മുങ്ങിയ ജോർജ് പിന്നീട് തിരിച്ചെത്തിയില്ല. അയാൾ നേരെ പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നു. അവിടെയുണ്ടായിരുന്ന സകല സാധനങ്ങളും വാരി വിറ്റ് കിട്ടിയ പണവുമായി അയാൾ സ്ഥലം വിട്ടു. 1909 ഒക്ടോബറിലാണ് സതാംപ്ടണിലുള്ള സാറ ഫ്രീമാൻ എന്നൊരു യുവതിയെ ജോർജ് കാണുന്നത്. പിന്നീട് താമസിച്ചില്ല. സാറ ഫ്രീമാനെ വിവാഹം കഴിച്ച് സൗത്ത് ലണ്ടനിലെ ക്ലാപ്ഹേമിൽ താമസമാക്കി. ജോർജ് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട തുടങ്ങണമെന്നും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്നും ഭർത്താവ് പറഞ്ഞപ്പോൾ സാറ രണ്ടാമതൊന്നും ആലോചിച്ചില്ല.
അവൾ കട തുടങ്ങാനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം ഭർത്താവിന് കൊടുത്തു. തൊട്ടടുത്ത ദിവസം രണ്ടുപേരും കൂടി നാഷണൽ ഗാലറി കാണാനെത്തി. മൂത്രപ്പുരയിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഭാര്യയെ ഒരിടത്തു നിർത്തി ജോർജ് മുങ്ങി. അയാൾ നേരെ പോയി സാറയുടെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പെറുക്കി വിറ്റിട്ട് കിട്ടിയ പണവുമായി സ്ഥലം വിട്ടു. സാറയെ പറ്റിച്ച് മുങ്ങിയ ജോർജ് അധികം താമസിയാതെ തന്നെ മറ്റൊരു സ്ത്രീയെ കണ്ടെത്തി. കറുത്ത തലമുടിയും വട്ടമുഖവുമുള്ള ഒരു 28-കാരി ഈഡിത്ത് പെട്ലർ, അതായിരുന്നു അവളുടെ പേര്. സാധാരണ കല്യാണം കഴിക്കുമ്പോൾ കള്ളപ്പേരാണ് പറയുന്നതെങ്കിൽ ഈഡിത്തിൻ്റെ കല്യാണം കഴിക്കുമ്പോൾ അയാൾ സ്വന്തം പേരു തന്നെ പറഞ്ഞു. കുറേ നാൾ അവർ ഒരുമിച്ച് താമസിച്ചു. എന്നാൽ ഇടയ്ക്കിടെ ജോർജ് എവിടെയോ പോകും. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചു വരുന്നത്. അതോടെ ഈഡിത്തിന് ഭർത്താവിനെക്കുറിച്ച് എന്തൊക്കെയോ സംശയം തോന്നി. അങ്ങനെയിരിക്കെ 1910 ഓഗസ്റ്റ് 26-ന് ജോർജ് 31-കാരിയായ ബിയാട്രീസ് കോൺസ്റ്റൻസ് ആനി മുൻഡെ എന്നൊരു സ്ത്രീയെ വെയ്മൗത്തിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിച്ചു. ഇത്തവണയും ഹെൻറി വില്യംസ് എന്ന കള്ളപ്പേരാണ് അയാൾ പറഞ്ഞത്. ബിയാട്രീസിൻ്റെ പിതാവ് വിൽക്ഷയറിലെ ഒരു ബാങ്ക് മാനേജരായിരുന്നു. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം 25,000 പൗണ്ട് തൻ്റെ മകളുടെ പേരിൽ ബാങ്കിലിട്ടിരുന്നു. എന്നാൽ അവൾക്ക് അതിൻ്റെ പലിശ മാത്രമേ എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ബിയാട്രീസ് ആ പലിശയും എടുക്കാറില്ലായിരുന്നു. ഒരു ദിവസം ബിയാട്രീസിൻ്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന ആ 25,000 പൗണ്ടിൻ്റെ പലിശ അവളെ കൊണ്ട് എടുപ്പിച്ച് അതും കൈക്കലാക്കി ജോർജ് മുങ്ങി. അതോടെ ബിയാട്രീസിന് ജീവിക്കാൻ മറ്റു വഴികളില്ലാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ബിയാട്രീസിന് ജോർജിൻ്റെ ഒരു കത്ത് കിട്ടി. അവളിൽ നിന്ന് തനിക്ക് ഗുരുതരമായ ഒരു പകർച്ചവ്യാധി കിട്ടിയിട്ടുണ്ടെന്നും അതിൻ്റെ ചികിത്സയ്ക്കായി ഫ്രാൻസിലേക്ക് പോകുകയാണെന്നുമായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത് ജോർജ്. ഭർത്താവിന് തന്നിൽ നിന്ന് പകർച്ചവ്യാധി പിടിപെട്ടത് ആരെങ്കിലും അറിഞ്ഞാൽ അത് തനിക്ക് നാണക്കേടുണ്ടാക്കുമെന്ന് പേടിച്ച് ബിയാട്രീസ് തൻ്റെ ഭർത്താവ് പണം തട്ടിച്ചു മുങ്ങിയ കാര്യം ആരോടും പറഞ്ഞില്ല. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബിയാട്രീസ് തൻ്റെ ഒരു ആൺ സുഹൃത്തിനോടൊപ്പം താമസം തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം വെസ്റ്റേൺ സൂപ്പർ മേയറിലെ ഒരു ഇടവഴിയിൽ വെച്ച് ബിയാട്രീസ് യാദൃച്ഛികമായി ജോർജിനെ കണ്ടു. സാധാരണ മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ കണ്ടില്ലെന്നു നടിച്ച് ഒഴിഞ്ഞു മാറിപ്പോകുമായിരുന്നു. എന്നാൽ ബിയാട്രീസ് നേരെ ചെന്ന് ജോർജിനോട് സംസാരിച്ചു. അവൾക്ക് അയാളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അന്ന് രാത്രി അവർ ഒന്നിച്ചു കഴിഞ്ഞു. പിന്നീട് അവർ ഒന്നിച്ചു താമസിക്കാൻ ആരംഭിച്ചു. എന്നാൽ അയാളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അവളുടെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന 25,000 പൗണ്ട് എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. അതെങ്ങനെ കൈക്കലാക്കാൻ കഴിയുമെന്ന് അയാൾ പലരോടും രഹസ്യമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു വക്കീൽ അയാളോട് പറഞ്ഞു, ബിയാട്രീസ് ഒരു വിൽപത്രം എഴുതി അതിൽ ആ 25,000 പൗണ്ട് നിങ്ങൾക്ക് തരുന്നതായി കാണിക്കണം. ഇങ്ങനെയാണ് വക്കീൽ ജോർജിനോട് പറഞ്ഞത്. അങ്ങനെ ഭാര്യയെ കൊണ്ട് കൗശലത്തിൽ ജോർജ് ഒരു വിൽപത്രം തയ്യാറാക്കിച്ചു. തൻ്റെ മരണശേഷം തൻ്റെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന 25,000 പൗണ്ട് ഭർത്താവായ ജോർജിന് കൊടുക്കണം എന്നായിരുന്നു വിൽപത്രത്തിൽ. വിൽപത്രം എഴുതിയ ശേഷം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ജോർജ് ഒരു ബാത്ത് ടബ് വാങ്ങി. പിറ്റേന്ന് അയാൾ അവളെ ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ കൊണ്ടുപോയി. തൻ്റെ ഭാര്യയ്ക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്നായിരുന്നു അയാൾ ഡോക്ടറോട് പറഞ്ഞത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോർജ് ഓടിക്കിതച്ച് ആ ഡോക്ടറുടെ ക്ലിനിക്കിലെത്തി. തൻ്റെ ഭാര്യയ്ക്ക് ഒരു അപകടം പറ്റിയെന്നും ഒന്ന് അവിടം വരെ വരണമെന്നും ഡോക്ടറോട് അഭ്യർത്ഥിച്ചു. ഡോക്ടർ ജോർജിനോടൊപ്പം അയാളുടെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ബിയാട്രീസ് ബാത്ത് ടബിൽ നഗ്നയായി കിടക്കുന്നതാണ്. അവളുടെ കയ്യിൽ ഒരു സോപ്പ് മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കുളിക്കുന്നതിനിടയിൽ അപസ്മാരം വന്ന് ബാത്ത് ടബിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നായിരുന്നു ഡോക്ടർ കരുതിയത്. ഡോക്ടർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസും അവിടെ എത്തി. പോലീസ് പ്രേതവിചാരണയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജോർജ് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അയാളെ സമാധാനിപ്പിക്കാൻ ഡോക്ടറും പോലീസുകാരും നന്നേ പാടുപെട്ടു. എന്നാൽ ബിയാട്രീസിനേക്കാൾ നീളം കുറഞ്ഞ ബാത്ത് ടബിൽ അവൾ എങ്ങനെ മുങ്ങി മരിച്ചെന്നോ, ഡോക്ടർ വരുന്നതുവരെ അവളെ ബാത്ത് ടബിലെ വെള്ളത്തിൽ നിന്ന് ജോർജ് പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നോ ആരും ചിന്തിച്ചില്ല. ബിയാട്രീസിൻ്റെ മൃതദേഹം പെട്ടെന്ന് തന്നെ ജോർജ് അടക്കം ചെയ്തു. ആർക്കും അവളുടെ മരണത്തിൽ യാതൊരു സംശയവും ഉണ്ടായില്ല. കുറച്ചെങ്കിലും എതിർപ്പുണ്ടായത് അവളുടെ ചില ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. പക്ഷേ അതൊക്കെ മറികടക്കാൻ ജോർജിന് നിഷ്പ്രയാസം കഴിഞ്ഞു. അങ്ങനെ ബിയാട്രീസിൻ്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്ന 25,000 പൗണ്ടും അതിൻ്റെ പലിശയായ 591 പൗണ്ടും അടക്കം 25,591 പൗണ്ടും കൈക്കലാക്കി ജോർജ് സ്ഥലം വിട്ടു. പോകുന്ന പോക്കിൽ ബിയാട്രീസ് മരിച്ചു കിടന്ന ആ ബാത്ത് ടബ് അയാൾ വാങ്ങിയ കടക്കാരന് തന്നെ തിരിച്ചു കൊടുത്ത് കിട്ടിയ പണവും വാങ്ങി. അവിടെ നിന്ന് അയാൾ നേരെ പോയത് തൻ്റെ മുൻ ഭാര്യയായ ഈഡിത്ത് പെട്ലറുടെ അടുത്തേക്കാണ്. കാനഡയിൽ താൻ പഴയ സാധനങ്ങൾ വിൽക്കുന്ന കട നടത്തി കുറേ സമ്പാദിച്ചെന്ന് അയാൾ ഭാര്യയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്നിട്ട് ബിയാട്രീസിൽ നിന്ന് കൈക്കലാക്കിയ പണം കൊണ്ട് 8 വീടുകൾ വാങ്ങി, ഒരു കടയും തുടങ്ങി. 2-3 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ പണമുണ്ടാക്കണമെന്ന് അയാൾക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ അയാൾ തൻ്റെ അടുത്ത ഇരയെ തേടി ഇറങ്ങി. അങ്ങനെ അയാൾ തന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ആലീസ് ബേൺഹാം എന്നൊരു നേഴ്സിനെ വിവാഹം കഴിച്ചു. സൗത്ത് സീയിലെ വെസ്ലിയൻ മെത്തഡിസ്റ്റ് ചാപ്പലിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആലീസിനെ ജോർജ് പരിചയപ്പെടുന്നത്. ബക്കിംഗ്ഹാംഷെയറിലെ ഒരു പഴക്കച്ചവടക്കാരൻ്റെ മകളായിരുന്നു ആലീസ് ബേൺഹാം.
തൻ്റെ മകൾക്കായി ആ പഴക്കച്ചവടക്കാരൻ സ്വരുക്കൂട്ടി വെച്ചിരുന്ന 104 പൗണ്ട് ജോർജ് കൈക്കലാക്കി. പിന്നീട് ആലീസിൻ്റെ പേരിൽ 500 പൗണ്ടിൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു. മാത്രമല്ല, അവളുടെ പേരിലുള്ള വസ്തുവകകളെല്ലാം തൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ ജോർജ് ഭാര്യയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചുനാൾ കടന്നുപോയി. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ബ്ലാക്ക്പൂൾ എന്ന സ്ഥലത്തെത്തി ഒരു ലോഡ്ജിൽ താമസിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു ജോർജ് ഭാര്യയെയും കൂട്ടി ആ ലോഡ്ജിൽ മുറിയെടുത്തത്. ഒരു ദിവസം അവരുടെ മുറിയിലെ ബാത്റൂമിൽ നിന്ന് വെള്ളമൊഴുകുന്നത് കണ്ട് ലോഡ്ജ് ഉടമയായ സ്ത്രീ മുറിയിലേക്ക് ചെന്നു. വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവർ അകത്തു കയറി നോക്കിയപ്പോൾ കണ്ടത് ആലീസ് ബാത്ത് ടബിൽ മരിച്ചു കിടക്കുന്നതാണ്. അതും ഒരു സ്വാഭാവിക മരണമായാണ് പോലീസ് കണ്ടത്. അങ്ങനെ അവളുടെ പേരിൽ എടുത്തിരുന്ന 500 പൗണ്ടിൻ്റെ ഇൻഷുറൻസ് തുകയും ജോർജിൻ്റെ കയ്യിലായി. അവിടുന്ന് അയാൾ നേരെ പോയത് മറ്റൊരു ഭാര്യയായ ഈഡിത്ത് പെട്ലറുടെ അടുത്തേക്കാണ്. താൻ ഇത്രയും ദിവസം സ്പെയിനിലായിരുന്നുവെന്നും അവിടെ പുരാവസ്തുക്കൾ വിറ്റ് ഒരുപാട് പണം സമ്പാദിച്ചെന്നും ഭാര്യയോട് തട്ടിവിട്ടു. ആ പാവം സ്ത്രീ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അക്കൊല്ലത്തെ ക്രിസ്മസ് ജോർജ് ഈഡിത്തിനോടൊപ്പം ഗംഭീരമായി ആഘോഷിച്ചു. ഒരു കൊല്ലം അങ്ങനെ അങ്ങ് കടന്നുപോയി. അപ്പോഴേക്കും അയാൾ ഒരു പുരോഹിതൻ്റെ മകളായ മാർഗരറ്റ് ലോഫ്റ്റിയെ കണ്ടുമുട്ടി. പിന്നീട് അധികം താമസിച്ചില്ല, അയാൾ അവളെ വിവാഹം കഴിച്ചു. ഇത്തവണ അയാൾ തന്നെ പരിചയപ്പെടുത്തിയത് ജോൺ ലോയ്ഡ് എന്നായിരുന്നു. വിവാഹം കഴിഞ്ഞയുടനെ ഭാര്യയുടെ പേരിലുള്ള സ്വത്തെല്ലാം തൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ ജോർജ് മാർഗരറ്റിനെ നിർബന്ധിച്ചു. അയാളെ ഒരുപാട് സ്നേഹിച്ച മാർഗരറ്റ് യാതൊരു തടസ്സവും പറയാതെ തൻ്റെ പേരിലുള്ളതെല്ലാം അയാളുടെ പേരിൽ എഴുതി വെച്ചു. മാർഗരറ്റിൻ്റെ പേരിൽ അയാൾ 700 പൗണ്ടിൻ്റെ ഒരു ഇൻഷുറൻസും എടുത്തു. പിന്നീട് അവർ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അവിടെ താമസിച്ചു. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ലോഡ്ജ് മുറിയിലെ ബാത്ത് ടബിൽ മാർഗരറ്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. എന്നാൽ മാർഗരറ്റിൻ്റെ ശവമടക്കിന് നല്ലൊരു ശവപ്പെട്ടി വാങ്ങാൻ പോലും തയ്യാറാകാതെ ഉള്ള സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്ത് സ്ഥലം വിടാൻ നോക്കുന്ന ജോർജിനെ കണ്ടപ്പോൾ ലോഡ്ജ് ഉടമയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. മാർഗരറ്റിൻ്റെ ശവമടക്ക് കഴിഞ്ഞ് ജോർജ് നേരെ പോയത് ഈഡിത്തിൻ്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് പറഞ്ഞതുപോലെ ജോർജിന് തിരിച്ചടികൾ കിട്ടാൻ തുടങ്ങി. മാർഗരറ്റിൻ്റെ മരണവാർത്ത ന്യൂസ് ഓഫ് ദ വേൾഡ് എന്നൊരു പത്രത്തിൽ വലിയ തലക്കെട്ടിൽ വന്നിരുന്നു. ബാത്ത് ടബിൽ നവവധു മുങ്ങി മരിച്ചു എന്നായിരുന്നു ആ വാർത്ത. ആ വാർത്ത കണ്ടപ്പോൾ ബാത്ത് ടബിൽ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ആലീസ് ബെൻഹാമിൻ്റെ പിതാവിന്, അതായത് ജോർജിൻ്റെ മരണപ്പെട്ട ഭാര്യ ആലീസിൻ്റെ പിതാവിന് ചില സംശയങ്ങൾ തോന്നി. അദ്ദേഹം തൻ്റെ മകളുടെ മരണത്തിൽ ചില സംശയങ്ങളുണ്ടെന്നു കാട്ടി പോലീസിൽ പരാതി നൽകി. ബ്ലാക്ക്പൂളിലെ ലോഡ്ജുടമയും തൻ്റെ സംശയങ്ങൾ പോലീസിനോട് പറഞ്ഞു. ജോർജിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ തോന്നി. മൂന്നാമത്തെ ഭാര്യയുടെ പേരിലുള്ള 700 പൗണ്ടിൻ്റെ ഇൻഷുറൻസ് തുക വാങ്ങാനെത്തിയ ജോർജിനെ 2 ഡിറ്റക്റ്റീവുമാർ രഹസ്യമായി പിന്തുടർന്നു. ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ബാത്ത് ടബുകളിലെ ആ 2 മുങ്ങിമരണങ്ങളിൽ തെളിവുകളൊന്നുമില്ലാത്തത് കൊണ്ടുതന്നെ അയാൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. എന്നാൽ ബിയാട്രീസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജോർജിനെതിരെയുള്ള ചില തെളിവുകൾ പോലീസിന് കിട്ടി. ഭാര്യ മരണപ്പെടുന്നതിന് മുമ്പ് അവളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതും ഭർത്താവിൻ്റെ പേരിൽ അവളുടെ വസ്തുവകകളെല്ലാം എഴുതി വയ്ക്കുന്നതും മണിക്കൂറുകൾക്കുള്ളിൽ ഭർത്താവ് അതെല്ലാം കൈവശപ്പെടുത്തുന്നതുമെല്ലാം പോലീസിന് സംശയമുണ്ടാക്കി. തന്നേക്കാൾ നീളം കുറഞ്ഞ ബാത്ത് ടബിൽ ഒരാൾ മുങ്ങി മരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള സംശയവും ഉയർന്നു. ബിയാട്രീസിൻ്റെ അത്ര ഉയരമുള്ള ഒരു മുങ്ങൽ വിദഗ്ധയെ ബാത്ത് ടബിൽ ഇറക്കിയിട്ട് പെട്ടെന്ന് കാലിൽ പിടിച്ചു വലിച്ചപ്പോൾ എങ്ങനെയാണ് ബിയാട്രീസ് മുങ്ങി മരിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായി. ബാത്റൂമിൽ കുളിക്കാൻ കയറി മരണപ്പെട്ട ജോർജിൻ്റെ ഭാര്യമാരാരും വാതിലടയ്ക്കുകയോ കുറ്റിയിടുകയോ ചെയ്യാത്തതും സംശയമുണ്ടാക്കി. ഡോക്ടർ ഫ്രഞ്ച്, സർ ബെർണാഡ് സ്പിൽസ്ബറി എന്നീ കുറ്റാന്വേഷണ വിദഗ്ധർ അതിസമർത്ഥമായി തെളിവുകൾ കണ്ടെത്തി. അങ്ങനെ ജോർജ് സ്മിത്ത് കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തി. കോടതി അയാൾക്ക് വിധിച്ചത് തൂക്കുകയറായിരുന്നു. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും കൊലമരത്തിൽ കയറുന്നതുവരെ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പശ്ചാത്താപമോ കുറ്റബോധമോ ഉണ്ടാകാത്ത ജോർജ് അന്ന് കുമ്പസാരിച്ചു. ഓഗസ്റ്റ് 13-ാം തീയതി കെന്റിലെ മെയ്ഡ്സ്റ്റൺ ജയിലിൽ വെച്ച് ജോർജിനെ തൂക്കിലേറ്റുമ്പോൾ ഈഡിത്ത് മാത്രം അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു.